ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിമാലയവും അതിൻ്റെ ഭാഗങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായ ക്ലാസ്സാണ് ഇന്ന്. നമുക്കിന്ന് മധ്യ ഹിമാലയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മധ്യ ഹിമാലയം കാളി നദി മുതൽ ടീസ്ത നദി വരെയുള്ള ഭാഗമാണ് മധ്യ ഹിമാലയം. ഈ മധ്യ ഹിമാലയത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. അതുപോലെ മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറു ഭാഗം മാത്രമാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ്, നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റ് കൊടുമുടി മധ്യ ഹിമാലയത്തിലാണ്. അതുപോലെ കാഞ്ചൻജംഗ, നാഥുലാ ചുരം എന്നിവ മധ്യ ഹിമാലയത്തിലാണ്. ഇതിൽ നാഥുലാ ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുലാ ചുരം. ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളെയും കുറിച്ച് പ്രത്യേകമായ ഒരു വീഡിയോ ചെയ്യാം. ഈ PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഭാഗമാണ് ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. അതുപോലെ മധ്യ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമാണ് ഡാർജിലിംഗ്. ഡാർജിലിംഗ് എന്ന സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മധ്യ ഹിമാലയത്തിലാണ്. അപ്പോൾ കാളി നദി മുതൽ ടീസ്ത നദി വരെയുള്ള ഭാഗമാണ് മധ്യ ഹിമാലയം. മധ്യ ഹിമാലയത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം മാത്രമാണ് ഇന്ത്യയിലുള്ളത്. മൗണ്ട് എവറസ്റ്റ് മധ്യ ഹിമാലയത്തിലാണ്. കാഞ്ചൻജംഗ മധ്യ ഹിമാലയത്തിലാണ്. അതുപോലെ നാഥുലാ ചുരം, ഡാർജിലിംഗ് എന്ന സുഖവാസ കേന്ദ്രം ഇവയൊക്കെ മധ്യ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത് കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയത്തിൽ. കിഴക്കൻ ഹിമാലയം ടീസ്ത മുതൽ ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്നു. അസം ഹിമാലയം എന്നൊരു പേര് കൂടി ഈ കിഴക്കൻ ഹിമാലയത്തിനുണ്ട്. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടികളാണ് നംചബർവ. പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവ. അതുപോലെ ബോംഡില ചുരം അരുണാചൽ പ്രദേശിനെയും ടിബറ്റിലെ ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോംഡില ചുരം കാണപ്പെടുന്നത് കിഴക്കൻ ഹിമാലയത്തിലാണ്. ദിഫു ചുരം മറ്റൊരു ചുരമാണ്. ദിഫു ചുരം അരുണാചൽ പ്രദേശിനെയും മ്യാൻമറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദിഫു ചുരം കിഴക്കൻ ഹിമാലയത്തിലാണ്. അതുപോലെ അതായത് ബോംഡില ചുരം, ദിഫു ചുരം എന്നിവ കിഴക്കൻ ഹിമാലയത്തിന്റെ ഭാഗമാണ്. അടുത്തത് പൂർവാചൽ കുന്നുകൾ. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്കുള്ള ഹിമാലയ ഭാഗം മുതൽ വടക്ക് തെക്ക് അരുണാചൽ മുതൽ മിസോറാം വരെയുള്ള ഭാഗമാണ് പൂർവാചൽ കുന്നുകൾ കാണപ്പെടുന്നത്. വളരെ ഉയരം കുറഞ്ഞ കുന്നുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. 500 മീറ്റർ മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള കുന്നുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. പ്രധാനപ്പെട്ട കുന്നുകളാണ് പട്കായ്ബ്, നാഗ, മിസോ, മണിപ്പൂർ കുന്നുകൾ. പൂർവാചൽ കുന്നുകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കുന്നുകളാണ് പട്കായ്ബ്, നാഗ, മിസോ, മണിപ്പൂർ കുന്നുകൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ ചിറാപുഞ്ചി, മൗസിൻ റാം എന്നിവ പൂർവാചലിൽ കാണപ്പെടുന്നു. പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചിയും മൗസിൻ റാം പോലുള്ള പ്രദേശങ്ങൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. ഇത്രയുമാണ് ഹിമാലയത്തിന്റെ ഭാഗങ്ങൾ. ഇനി നമുക്ക് ചുരങ്ങളെ കുറിച്ച് അടുത്തൊരു ക്ലാസ്സിൽ ഹിമാലയ പർവ്വത മേഖലയും ഇന്ത്യയിലും ഒക്കെയായി സ്ഥിതി ചെയ്യുന്ന ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും ഒക്കെയായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഏവർക്കും ബൈ.